വല്ലാത്തൊരു കാലമാണ് യഥാർത്ഥത്തിൽ. ഈ ബാക്കിയുള്ള സാമൂഹിക കാര്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് തീവ്രവാദം ആരോപിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെയും ആരോപിച്ച് ഒരു സമുദായത്തെ കഴിയാവുന്ന രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അതെല്ലാം കൂടാതെ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് പോലും അറിയാത്തത്രയും ന്യായത്തിൽ പലതും അങ്ങോട്ട് വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ലോകത്ത് ഒരാൾക്കേ കഴിയുള്ളൂ. അത് വേറെ ആരുമല്ല, സാക്ഷാൽ മൗലാന മാത്യു സാമുവൽ അൽ ഖുസ്താനി ബിൽ ഖുസ്താനി ബൽ കസ്തി. ഇപ്പോൾ പുള്ളിയുടെ പുതിയ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. പുള്ളി വലിയ മിടുക്കനായ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ ഇരുന്ന് പറയുന്നതൊക്കെ കേട്ട് ആരെങ്കിലും വിശ്വസിക്കുന്ന കേൾക്കുന്ന വിഡ്ഢികളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് യാതൊരു അങ്കും പുങ്കും അറിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളിൽ ആനയെ വിറ്റതിന് ശേഷം ആനത്തോട്ടിയുമായി ജീവിക്കുന്നത് പോലെ എന്നോ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന ചിന്തയിലിരുന്ന് വായിൽ വരുന്നതെല്ലാം പുലമ്പുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത് സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ ഇഫ്താർ പ്രാർത്ഥനകളെല്ലാം നിരോധിച്ചു. ഡിം എന്ന് അൽ മൗലാന ഖദ്ദസുൽ ഖുദ്ദുസുൽ അൽ മാത്യു സാമുവലിൽ ഖുദ്ദൂസ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമൂഹത്തിൽ പൊതുവിൽ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ചിരി വരിക, പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും സാമൂഹ്യ പ്രത്യാഘാതങ്ങളുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് എല്ലാ മതങ്ങളിലും അഭിപ്രായം പറയാം. ഓരോ മതങ്ങളിലെയും മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി ബാക്കിയുള്ള അഭിപ്രായം പറയാനായിട്ട് മുതിരുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഗതിയാണ്. ഞാൻ ഈ രാജ്യത്ത് ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ആളാണ്. എന്നാൽ ഒരു മതവിശ്വാസമോ പ്രാർത്ഥനയുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനതിൽ കരുതിയേ കൈവെക്കാറുള്ളൂ. ഈ പല ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട നമ്മളെ പിന്തുണയ്ക്കുന്നവരും ഈ ജനാഭിമുഖ കുർബാനയും അല്ലാത്ത കുർബാനയും തമ്മിലുള്ളതിനെ സംബന്ധിച്ച വിശദീകരണങ്ങളും രേഖാപ്രമാണങ്ങളും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ, അതൊരു വശവുമില്ലാത്ത സാധനമാണ്, എന്നെ അതിലേക്ക് വലിച്ചിടില്ലേ എന്ന് പറഞ്ഞു. ഇനി ഹൈന്ദവ മതവിശ്വാസികൾക്ക് ഈ പറയുന്ന വൈകുന്നേരത്തെ ദീപാരാധനയോ അതുമായി ബന്ധപ്പെട്ട് അവർ അർപ്പിക്കുന്ന പൂക്കളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയോ ഒക്കെ ചെയ്താൽ അത് അവരുടെ പ്രാർത്ഥനയുടെ കാര്യം മാത്രമാണ്. ഒരുപക്ഷെ അതിൽ വിശ്വസിക്കുന്നവർക്ക് അഭിപ്രായം ഉണ്ടാവും. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരഭിപ്രായവും പറയാറില്ല. നമ്മളത് പോയി കണ്ട് ഇങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ചടങ്ങുകളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൽ മൗലാന അൽ മാത്യൂസ് സാമുവൽ അൽ ഖുദ്ദൂസ് വന്നതിന് ശേഷം ഈ ബാക്കിയുള്ള കാര്യങ്ങളെയുമൊക്കെ അദ്ദേഹം അങ്ങ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ആ വാചകം ഒന്ന് കേട്ടിട്ട് ബാക്കി മൗലാനയെക്കുറിച്ച് പറയാം. സൗദി കിങ് മുഹമ്മദ് ബിൻ സൽമാൻ ഇഫ്താർ, അതായത് ഇഫ്താർ പ്രാർത്ഥനകൾ ഇനി സൗദി അറേബ്യയുടെ മോസ്കുകളിൽ ഉണ്ടായിരിക്കുകയില്ല, ബാൻ ചെയ്തു. കേട്ടില്ലേ? സൗദി അറേബ്യയിലെ മോസ്കുകളിൽ ഇനി ഇഫ്താർ പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. ഞെട്ടിത്തരിക്കുന്ന വാർത്തയാണ്. സത്യം പറഞ്ഞാൽ ഈ മുഹമ്മദ് ബിൻ സൽമാൻ പോലും ഈ മൗലാനയെ അന്വേഷിക്കുകയാണ്. കാരണം ഇത്രമേൽ മുഹമ്മദ് ബിൻ സൽമാൻ ഇറക്കിയ ഉത്തരവിനെ അത് ഉൾക്കൊള്ളാനും അത് വായിക്കാനും അത് യാതൊരു ലജ്ജയുമില്ലാതെ ഇംഗ്ലീഷ് പോലും ഇങ്ങേർക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ള ആ ദയനീയമായ സ്ഥിതി ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പേ ഇദ്ദേഹത്തിനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. വളരെ പണ്ട് ഞാൻ കേൾക്കുമ്പോൾ മാത്യു സാമുവൽ തെഹൽക്ക, മാധ്യമപ്രവർത്തനം, അതിൻ്റെ ഒരു വലിയ കരുത്തുള്ള ആൾ, സാഹസികൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര എന്തോ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയത് ഖത്തർ ഫുട്ബോൾ മത്സരം നടന്നപ്പോഴാണ്. അന്ന് ഖത്തറിൽ ഇസ്ലാം മൊത്തം താഴോട്ട് പോയി. ഇനി ഇസ്ലാം ഖത്തറിലില്ല. ഖുർആൻ എടുത്ത് അലമാരയെന്ന് പുറത്തേക്ക് എറിയുന്നു, വാതിലിൽ നിന്നെറിയുന്നു എന്നും പറഞ്ഞ് ആ നാളുകളിൽ കുറേ നാൾ എന്തോ സവിശേഷമായ ഒരു ബ്രാൻഡ് കഴിച്ചുകൊണ്ട് എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. ആദ്യം കുറേ നാൾ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അതങ്ങ് നിർത്തിയിട്ട് ഫുട്ബോൾ കളി കാണാൻ ആരും വരുന്നില്ല, ഖത്തർ ഫുട്ബോൾ പൊളിഞ്ഞു, ഫൈനൽ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു എന്നും പറഞ്ഞ് കുറേ പറഞ്ഞു പുള്ളി. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ഇസ്ലാം നിരോധിച്ചു, ഇനി ഇസ്ലാമിൻ്റെ ഒരു പണിയും നടക്കില്ല എന്നും പറഞ്ഞ് മാത്യു സാമുവൽ അച്ചായൻ ഇതുപോലെ കയറി കാച്ചുന്നാണ്ട്. ഒരാഴ്ച മുമ്പ് കണ്ടത് $150 മില്യൺ മറ്റോ ഈ മുസ്ലിം മതസ്ഥാപനങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കും വേണ്ടി ഋഷി സുനക് അനുവദിച്ചു എന്നാണ് കണ്ടത്. എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. എടാ, നിക്കർ അളവിന് തയ്പ്പിക്കണേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിച്ച്
ഇനി മുതൽ നിക്കർ ഇടത്തില്ലെന്ന് മാത്രമല്ല, ആ നിക്കർ എന്തിലാണോ ഇടുന്നത് അത് മുഴുവൻ അങ്ങ് കണ്ടിച്ചു കളഞ്ഞു എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സവിശേഷമായ സാഹസികത വേണം. എൻ്റെ മാത്യു സാമുവലെ, അങ്ങയെ നമിക്കുന്നു. അങ്ങയെ മാത്രമല്ല, അങ്ങയുടെ മാതാപിതാക്കളെയും നമിക്കുന്നു, അങ്ങയെ കാണുന്നവരെയും സവിശേഷമായി നമിക്കുന്നു. എന്താ സംഭവം? ഓരോ റമദാൻ വരുമ്പോഴും ഈ സൗദിയിലെ മതകാര്യ മന്ത്രാലയം ഓരോ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഓരോരോ ഈ പറയുന്ന പള്ളികളിലെ ഇമാമുമാർക്കും അതിൻ്റെ സംവിധാനങ്ങൾക്കും. കാരണം അവിടുത്തെ ഇമാമുമാരെന്നൊക്കെ പറയുന്നത് ഈ മതകാര്യ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ പല കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റമദാനിന് മുമ്പ് ഒരു മതകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലർ വന്നു. ആ സർക്കുലറിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഉണ്ടാകാറുള്ളതാണ്. എന്ന് വെച്ചാൽ അതിലവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇമാമുമാർ നിർബന്ധമായും റമദാൻ മാസത്തിൽ അവിടെ തന്നെ ഉണ്ടാകണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പിന്നെ കുട്ടികളെ ഈ പ്രാർത്ഥനയ്ക്കും മറ്റുമൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കുന്ന വിഷയം ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇഫ്താർ ചടങ്ങുകളോ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായ പിരിവുകളോ അത്തരം കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇമാമുമാർ മുൻകൈ എടുത്ത് നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ പോലെ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് പിരിച്ച് അങ്ങനെയൊന്നുള്ള ഏർപ്പാട് പാടില്ല. അതുമായി ബന്ധപ്പെട്ട ഗിഫ്റ്റോ മറ്റത്തരം കാര്യങ്ങളോ ഒന്നും അത് ഇമാമുമാർ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമസ്കരിക്കാനായി ഓതുമ്പോൾ, പ്രാർത്ഥിക്കാനായി ഓതുമ്പോൾ പല അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ടാവും. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ, നിൽക്കാൻ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ രാത്രി നമസ്കാരങ്ങളിൽ പ്രത്യേകമായി ഓതുന്ന കുനൂത്തൊക്കെ ഓതുമ്പോൾ അത് സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ആ ഫജറുമായി ബന്ധപ്പെട്ട് നല്ല ഗ്യാപ്പ് കൊടുത്ത് നിസ്കാരങ്ങൾ അവസാനിപ്പിക്കണം. കാരണം അവിടം വരെ കൊണ്ടുപോയാൽ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു സിമ്പിൾ ഇംഗ്ലീഷിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇഫ്താർ അഥവാ നോമ്പ് തുറക്കുന്ന ഇതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന പരിപാടികൾ പള്ളിക്കകത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. അതിന് സവിശേഷമായി പള്ളിയുടെ പുറത്തുള്ള കോർട്ട്യാർഡിൽ അതിനു വേണ്ടിയുള്ള സ്ഥലമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുന്നവർ തന്നെ അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ചുമതലപ്പെട്ടവർ വൃത്തിയാക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതാരോ ടൈറ്റിൽ ഉണ്ടാക്കിയപ്പോൾ പള്ളിക്കകത്ത് ഇഫ്താർ പാടില്ല എന്ന് മറ്റോ ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയാണ് ചില ഇംഗ്ലീഷ് പത്രങ്ങൾ ഈ ക്യാപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എഴുതുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസാചാരങ്ങളൊന്നും നല്ലൊരു ശതമാനം പേർക്കും അറിയില്ല ഇതെന്താണെന്ന്. ഇപ്പോൾ സാധാരണ നോമ്പ് തുറക്കാനായി പള്ളികളിൽ ഏർപ്പാട് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ പോലും ഇപ്പോഴും പള്ളിക്കകത്തിരിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ അതിന് പ്രത്യേകമുള്ള തയ്യാറാക്കിയ സ്പേസ് പുറത്ത് ഉണ്ടാക്കി അവിടെ ഇരുന്നാണ് നോമ്പ് തുറക്കാറുള്ളത്. ചിലയിടത്തൊക്കെ പള്ളികളിൽ അനുവദിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പള്ളിക്കകത്തായിരുന്നു. അങ്ങനെ പള്ളിക്കകത്താവുമ്പോൾ ഈ ചായയും തട്ടി ഒഴിക്കും, അവിടെ എല്ലാം ഈച്ച വീഴും, മറ്റു പല പ്രശ്നങ്ങളും. വെള്ളം കുടിക്കുന്നു, നാരങ്ങ വെള്ളം കൊടുക്കുന്നവരുണ്ട്, ചിലർ കട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നവരുണ്ട്. ഇത് പള്ളി വൃത്തികേടാവും. നമ്മൾ ഈ സൗദി അറേബ്യയിലെ പള്ളികളിലൊക്കെ ചെന്നാൽ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാം ശീതീകരിച്ച പിന്നെ പള്ളികളുമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മന്ത്രാലയം ഈ ശുചിത്വത്തിൻ്റെ വിഷയമായി പറഞ്ഞു, ഈ ഇഫ്താർ പള്ളിക്കകത്ത് വെച്ച് നടത്തുന്നത് ഒഴിവാക്കണം. പുറത്തതിൻ്റെ കോർട്ട്യാർഡിലോ സൗകര്യങ്ങളോ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നവർ ക്ലീൻ ആക്കണം. നമ്മുടെ ഇവിടുത്തെ പോലെ കൊണ്ടുവന്ന് വയറ് നിറച്ച് വാരി അവിടെ വെച്ച് തിന്ന് വാരി അതിനകത്തങ്ങ് ഇട്ടിട്ട് പോകാനൊന്നും പറ്റൂല അവിടെ. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ് സംഗതി. ഇതാണ് അൽ മാത്യു സാമുവലിൽ ഖുദ്ദൂസുൽ ഖദ്ദൂസ് പ്രസ്താവിച്ചത്. കേട്ടില്ലേ എന്താ പറഞ്ഞത്? ഒരിക്കൽ കൂടി കേട്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്നത് പോലെയാണ് പുള്ളി പറയുന്നത്. ഇതാ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കൂ. സൗദി കിങ് മുഹമ്മദ് ബിൻ സൽമാൻ ഇഫ്താർ പ്രാർത്ഥനകൾ ഇനി സൗദി അറേബ്യയുടെ മോസ്കുകളിൽ ഉണ്ടായിരിക്കുകയില്ല, ബാൻ ചെയ്തു. ഇഫ്താർ പ്രാർത്ഥനകളെല്ലാം ബാൻ ചെയ്തു. പുള്ളി തള്ളിയേക്കുക. എന്തൊരു തള്ളുന്നത്? ഇഫ്താർ എന്ത് പ്രാർത്ഥനയാ? എൻ്റെ മാത്യു സാമുവലെ, നിങ്ങൾക്ക് 5% വിവരമുള്ള വിഷയത്തിൽ 95% വിവരക്കേട് പറയൂ. അതിനൊരു രസമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് 1% പോലും വിവരമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് 100% വിവരക്കേട് പറയല്ലേ? കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട് സത്യം. ഒന്നുമല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ആളല്ലേ. കുറേ ആളുകൾ വിഡ്ഢികൾ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഫോളോ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വിഡ്ഢിത്തരം പറയൂ, അത്രയേ ഉള്ളൂ.